ഈ സഭയ്ക്ക് മാത്രമല്ല, ഈ രാഷ്ട്രത്തിന് മുഴുവൻ അനുഗ്രഹകരമായ ദൈവ സാന്നിധ്യമായ ഞങ്ങളുടെ വലിയ തിരുമേനി, ഈ സഭയുടെ അഭിമാനമായ ജസ്റ്റിസ് കെ ടി തോമസ്, വന്യവൈദികരെ, പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ അൽഫോൺസാമയുടെ കബറടക്കത്തിന് നേതൃത്വം കൊടുത്ത ലൂയിസ് എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു, 20 പേരെ ശവമടക്കാനുണ്ടായിരുന്നുള്ളൂ. ആ കൂട്ടത്തോട് പറഞ്ഞു, എൻ്റെ മകളെ, നീ ആരാകുമെന്ന് ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ, ഒരു നാൾ അറിയും. ഇന്നൊരു മെത്രാൻ പോലും നിന്നെ കബറടക്കാനില്ലല്ലോ. പാത്രിയർക്കീസ് അല്ല, പോപ്പ് വരെ വന്ന് നിന്നെ ബഹുമാനിക്കും. നീ ആരാകുമെന്ന് ലോകം അറിയാനൊരു കാലമുണ്ടാവും. ഇന്ന് ഞങ്ങൾ കുറച്ചു പേർ, എന്നാൽ നിന്റെ സഹനത്തിന്റെ മാതൃക ലോകം കണ്ട് നിന്നെ ബഹുമാനിക്കും. ഈ വലിയ വിധിയുടെ ഓർമ്മയിൽ ഒരു കൊച്ചു ഗ്രൂപ്പ് ഇന്നിവിടെ സഭയ്ക്ക് വേണ്ടി സമ്മതിച്ചിരിക്കുകയാണ്. നാം ധന്യരാണ്. വലിയ തിരുമേനി നമ്മോട് കൂടെ സഭയോടുള്ള സ്നേഹമുള്ള നിങ്ങളെല്ലാവരും ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള സഭ ഈ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. 2 കേസുകളാണ് മാർത്തോമ ആക്കിയത്. ഒന്ന് സെമിനാരി കേസ്, മറ്റൊന്ന് ദാനിയൽ കേസ്. ഈ 2 കേസിലൂടെ സഭയ്ക്ക് കിട്ടിയ പൈതൃകം, ശക്തി, ഓജസ്, തേജസ് വളരെ വലുതായി. അതെന്താണെന്ന് ഗ്രഹിക്കേണ്ടത് ഈ തലമുറയുടെ കടമയാണ്, കർത്തവ്യമാണ്. ദൈവം എങ്ങനെ ഈ സഭയോട് നന്മ ചെയ്തു. അതുകൊണ്ട് ഇതൊരു നന്മയുടെയും സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും ദിവസങ്ങളാണ്. എന്താണ് 1889 ജൂലൈ മാസം 12-ാം തീയതി നടന്ന കേസിനാസ്പദമായ കേസ് ഇതാണ്. പുലിക്കോട് മാർ ദേവാനിയസൂസ് സമുദായ വക സ്ഥാപക ജംഗമ സ്വത്തുക്കൾക്ക് 4,25,430 പണം വില കൽപ്പിച്ച് സിറിയൻ മെത്രാപോലിത്ത എന്ന നിലയിൽ മാർ തോമസ് അത്തനാസിസിനെയും സമുദായ ട്രസ്റ്റികൾ എന്ന നിലയിൽ താഴത്ത് ചണ്ടപ്പുള്ള കത്തനാർ, കുളങ്ങര ഇട്ടിച്ചൻ പൈലി എന്നിവരെയും പ്രതി ചേർത്ത് കൊല്ലം 1060 കുംഭം 22-ന് ആലപ്പുഴ ജില്ലാ കോർട്ടിൽ 499-ാം നമ്പരായി വ്യവഹാരം ഫയൽ ചെയ്തു. വ്യവഹാര വിഷയമായ സ്ഥാപന ജംഗമ വസ്തുക്കൾ സുറിയാനി ക്രിസ്ത്യാനി മേലധ്യക്ഷ ഗുരുവായ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവായുടെ ആജ്ഞയും കീഴ് അതാത് കാലത്തുള്ള മെത്രാപ്പൊലീത്തായുടെ അധീനതയിലും കൈവശത്തിലും ഇരുന്നിട്ടുള്ളതാകണം. ഈ നടപ്പനുസരിച്ച് അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് ബാവായിൽ നിന്ന് മെത്രാൻ സ്ഥാനം കൊടുക്കപ്പെട്ട നിമിത്തം അധികാരം സിദ്ധിച്ച ആളായി കാലം ചെയ്ത മാർ മത്യൂസ് അത്തനസിസ് മെത്രാപ്പൊലീത്തായുടെ കൈവശത്തിലും അവകാശത്തിലും അധീനതയിലും ഈ വകകൾ ഇരുന്നിരുന്നു എന്നും അദ്ദേഹം 1062 കർക്കിടം 2-ന് കഴിഞ്ഞു പോവുകയും അതിൽ പിന്നെ 1-ാം പ്രതിയും 3 പ്രതികൾ 1-ാം പ്രതിക്ക് അനുകൂലികളായി തീർന്നും ന്യായരഹിതമായി അവ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നും വാദി അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവയിൽ നിന്നും സ്ഥാനം പ്രാപിക്കുകയും സുറിയാനി അസോസിയേഷൻ പ്രസിഡന്റായി നിയമിക്കപ്പെടുകയും സുറിയാനി സഭയാൽ സമ്മതിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന മെത്രാപ്പൊലീത്ത ആയിരിക്കൊണ്ട് കീഴ് നടപ്പനുസരിച്ച് പട്ടികയിൽ വിവരിച്ച എല്ലാ വസ്തുക്കളുടെയും അധീനത്തിലും കൈവശത്തിലും പൂർണ്ണ അവകാശിയായിരിക്കുന്നു എന്നും മറ്റുമാണ് വാദമുഖം. പ്രതിഭാഗം പത്രിക. വ്യവഹാരം കൊണ്ടുവരുവാൻ വാദിക്ക് അധികാരം നൽകിയതായി പറയുന്ന അസോസിയേഷൻ മുൻപിൽ നടപ്പില്ലാതിരിക്കെ പുത്തൻകൂർ ക്രിസ്ത്യാനികളുടെ അസോസിയേഷൻ പ്രസിഡന്റായി വാദിയെ നിയമിച്ചതും മെത്രാൻ സ്ഥാനം വാദിക്ക് കൊടുത്തതും ആരെന്ന് എപ്പോൾ എന്ന് അന്യായത്തിൽ വിവരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഓരോ പ്രതിയുടെ വ്യവഹാര കാരണം സ്പഷ്ടമായി കാണിച്ചിട്ടില്ലാത്തത് കൊണ്ടും അന്യായം തെറ്റായി പോയിരിക്കുന്നു എന്നും പ്രതികൾക്ക് 12 വർഷത്തിന്മേൽ എതിർ കൈവശം ഇരിക്കുന്നതിനാൽ അവകാശത്തിന് കാലഹരണ തടസ്സമുണ്ടെന്നും മലങ്കര സിംഹാസനവും ആ അധികാരത്തെ കീഴിലുള്ള സുറിയാനി ക്രിസ്ത്യാനി സമുദായം അതാത് കാലത്തെ സ്വന്തം മെത്രാപ്പൊലീത്തന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതും അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെട്ടിരിക്കുന്നതുമാണെന്നും മലങ്കര സുറിയാനി സഭ മേൽ അന്ത്യോക്യ പാത്രിയർക്കീസിന് യാതൊരു വിധത്തിലും ഒരു അധികാരവുമില്ലെന്നും വാദിക്ക് ഏത് പാത്രിയർക്കീസിൽ നിന്നും സ്ഥാനം കിട്ടിയിരുന്നാലും അന്ത്യോക്യയോട് സ്വാതന്ത്ര്യപ്പെട്ടിരിക്കുന്ന മലങ്കര ഇടവകയിലെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തിൽ പിന്തുടർച്ച പ്രാപിപ്പാൻ അവകാശമില്ലെന്നും പൂർവ്വകാലം മുതൽക്ക് ഈ രാജ്യത്ത് നടപ്പുള്ള പിന്തുടർച്ചാ ക്രമം മലങ്കര ഭരിക്കുന്ന മെത്രാപ്പൊലീത്ത പിന്തുടർച്ച പ്രാപിപ്പാൻ അവകാശമില്ലെന്നും പൂർവ്വകാലം മുതൽക്ക് ഈ രാജ്യത്ത് നടപ്പുള്ള പിന്തുടർച്ച അവകാശം മലങ്കര ഭരിക്കുന്ന മെത്രാപ്പൊലീത്ത പിന്തുടർച്ചയ്ക്കായിട്ട് ജീവിതകാലത്തെ ആൾ ഏർപ്പെടുത്തി ആ സ്ഥാനം നടപ്പാക്കി കൊടുത്തു. വസ്തുമുതലുകളെ കൈവശപ്പെടുത്തി കൊടുക്കുകയാണെന്നും അപ്രകാരം നിയമിക്കപ്പെടുന്ന ആൾ
മുൻവഴിയായി മെത്രാപ്പൊലീത്തായോടും ജനങ്ങളുടെ സമ്മതത്തിന്മേലാണ് മെത്രാപ്പൊലീത്ത ആയിരുന്നതെന്നും ഒന്നാം പ്രതി മേൽപ്രകാരം കഴിഞ്ഞുപോയ മാർ അത്താനോസിനാൽ മെത്രാപ്പൊലീത്തയുടെ അധികാരം പ്രവർത്തിക്കാൻ നിയമിക്കപ്പെടുകയും അനുവദിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു മറ്റുമായിരുന്നു പ്രതിഭാഗത്തെ പ്രധാന തർക്കങ്ങൾ. വിധി: 5 വർഷത്തെ വ്യവഹാരത്തിന്റെ ശേഷം 1059 TC കൃഷ്ണമേനോൻ ജഡ്ജി ആലപ്പുഴ വാദിഭാഗത്തിന് അനുകൂലമായി കേസ് വിധിച്ചു. എന്നാൽ കോർട്ട് ചിലവ് ഇരുഭാഗക്കാരും വഹിക്കുന്നതിന് വിധിയിൽ പ്രസ്താവിച്ചിരുന്നു. അതിന്മേൽ ഹൈക്കോർട്ട് 1059 137 നമ്പറായി അപ്പീൽ കൊടുത്തു. അവിടെ TR നാനുപിള്ളയും GS ഹരിനായകൻ പിള്ളയും ജഡ്ജിമാരായിരുന്നു. വാദിയുടെ കോർട്ട് ചെലവ് കൂടി കൊടുക്കത്തക്കോണം 1061 വിധിയുണ്ടായി. ആ ആണ്ടിൽ ബഹുമാനപ്പെട്ട രാജകീയ അപ്പീൽ കോർട്ടിൽ 3-ാം നമ്പറായി അപ്പീൽ കൊടുത്തു. K സ്വാമിയാരും WERCയും A സീതാരാമയ്യരും അവിടെ വിധികർത്താക്കളായിരുന്നു. സമരി: കേസിന്റെ വിധി കഴിഞ്ഞു രാജകീയ അപ്പീലിനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരു കൂട്ടരും തമ്മിൽ ഒരു രാജ്യ ആലോചന നടന്നു. നിരളത്ത് പള്ളിയിൽ വെച്ചാണ് ഈ ആലോചന നടന്നത്. മാർ തോമസ് അത്താനോസിസും പുലിക്കോട് മാർ ദിവാനിസിസും മറ്റ് സമുദായ പ്രധാനികളും കൂടിയിരുന്നു. എന്നാൽ മാർ തോമസ് അത്താനോസിസ് തന്നെ മെത്രാപ്പൊലീത്ത ആയിരിക്കുന്നതിന് സമ്മതിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ കാലശേഷം ഇവിടെ മെത്രാന്മാരെ വാഴിക്കാൻ പാടില്ല, അന്ത്യോക്യ പാത്രിയർസി ബാവയുടെ അനുവാദം വേണം എന്ന ദിവനേശ്വര പക്ഷത്തുള്ള സന്ധി വ്യവസ്ഥ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു സന്ധിക്ക് താൻ വഴിപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് തോമസ് അത്താനോസിസ് അതിൽ നിന്ന് വിട്ടുമാറി. രാജകീയ അപ്പീൽ 1064 മിഥുനം 30 തീരുമാനമായി. RSB മാർ തോമസ് അത്താനോസിസിന്റെ ഭാഗത്തേക്ക് അനുകൂലമായി ജഡ്ജ്മെന്റുകൾ എഴുതി. ചീഫ് ജസ്റ്റിസ് കൃഷ്ണസ്വാമി അയ്യർ സീതാരാമയ്യന്റെ അഭിപ്രായത്തെ അനുകൂലിച്ചു. ഭൂരിപക്ഷത്തെ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് സ്ഥിരപ്പെടുത്തി. രാജകീയ അപ്പീൽ വിധിയിൽ കോർട്ട് ചെലവ് ഇരുകൂട്ടരും വഹിക്കണമെന്നും ചാണ്ടപ്പുള്ള കത്തനാറിന് മേൽ വ്യവഹാര കാരണമില്ലെന്നും വിധിക്കുകയും അദ്ദേഹത്തിന്റെ ട്രസ്റ്റി സ്ഥാനത്തെ ഉറപ്പിക്കുകയും ചെയ്തു. 10 സംവത്സരത്തെ വ്യവഹാരത്തിന് ശേഷം സ്വത്ത് നഷ്ടപ്പെട്ടപ്പോൾ അതിനെ ഉപേക്ഷിച്ചിട്ടും ഉറച്ചു നിൽക്കുന്നതിനും എത്രമാത്രം ജനങ്ങൾ ധൈര്യപ്പെട്ടുവോ അത്രത്തോളം ആളുകൾ വ്യവഹാരം ആരംഭിച്ച കാലത്ത് അതിലേക്ക് സന്നദ്ധരായിരുന്നു എന്ന് വിചാരിച്ചുകൂടല്ലോ. ജയം ലഭിക്കുമെന്ന പ്രത്യാശയിൽ ദീർഘകാലം വ്യവഹാരം നടത്തുന്നത് പ്രയോജനകരമല്ലായിരുന്നു എന്ന് പറയാൻ പാടില്ല. പൊതുസ്വത്തിന്റെ അവകാശികളായി തീർന്ന യാക്കോബായക്കാരുടെയും വിദേശത്തു നിന്നുള്ള ധനസഹായം കൊണ്ട് പരിരക്ഷിക്കപ്പെടുന്ന CMSകാരുടെ ഇടയിൽ കുടുംബസ്വത്ത് നഷ്ടപ്പെട്ട തറവാട്ടുകാരന്റെ നിലയിൽ മാർത്തോമക്കാർ മുന്നോട്ട് പോകേണ്ടതായി വന്നു. അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടെങ്കിലും വീര്യം നശിച്ചില്ല. നേരെ മറിച്ച് അത് വർദ്ധിച്ച് സമുദായത്തിനും ആളും വക്തവും വേണം. എന്നാൽ ആളും വക്തവും ഒന്നു തന്നെ എന്ന് പറയത്തക്കവണ്ണം വീരപുരുഷന്മാരെ സഭയാകുന്ന മാതാവ് ആവശ്യത്തിന് തക്കവണ്ണം പ്രസവിച്ചുകൊണ്ടിരുന്നു. അന്നുണ്ടായിരുന്ന മലങ്കര മെത്രാപ്പൊലീത്ത തോമസ് അത്തനേഷ്യസ് തിരുമേനിയുടെ ആ കാലത്തെ ജീവിതത്തെ ബന്ധിക്കുന്ന ഒരു കത്ത് തിരുമേനി പുത്തൻകാവിലെ അച്ഛൻ എഴുതിയത് ഇപ്രകാരമാണ്. ഇതിനു മുമ്പ് പല എഴുത്തുകൾ അയച്ചാറെ മറുപടി കിട്ടിയില്ല. തമ്മിൽ കണ്ട് പല കാര്യങ്ങൾ ആലോചിപ്പാനും ഉറപ്പാനുമുണ്ട്. നാളെ ഇനിയും ഇവിടെ വന്ന് എങ്ങോട്ട് പോകണമെന്ന് ഉറയ്ക്കുന്നില്ല. കോട്ടയത്ത് നടത്താനുള്ള പണത്തിന് ഒരു വഴിയും ഉണ്ടായില്ല. അന്യായ പലിശ കൂടുകയും ചെയ്യുന്നു. നമ്പറിലേക്ക് തൽക്കാലം വേണ്ട പണത്തിന് വകയും കാണുന്നില്ല. എല്ലാം കൊണ്ടും നാം അന്ധനായി തീർന്നു. കമ്മീഷണർമാരുടെ റിപ്പോർട്ടുകൾക്ക് തിങ്കളാഴ്ച അവധിയെന്ന് കേട്ടു. കൊച്ചുകോശി കുഞ്ഞിനെ ആലപ്പുഴയിൽ പോയിട്ട് തിരികെ വന്നില്ല. മദ്രാസ് ബിഷപ്പ് ഒന്നിച്ച് വരുമെന്നും അറിയുന്നു. സെമിനാരിയിൽ പഠിത്തമെല്ലാം സ്ഥലമെല്ലാം ഇടിഞ്ഞും തകർന്നും പാലം ജീർണിച്ചും കിടക്കുന്നു. ഇവകൾക്കെല്ലാം നാം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഉറയ്ക്കുന്നതിന് ഇത്രയും മരണം. പുത്തൻകാവിലെ പണം ഏതാനും ഒക്കെ പിരിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അതിനായി ഒരു ദിവസം ഇവിടെ വന്ന് താമസിച്ചാൽ ശേഷം നിവർത്തിച്ച് അങ്ങോട്ട് പോകാം. നമ്മുടെ ആപത്തുകളും വിമർശനങ്ങളും നിങ്ങൾ വേണ്ടപ്പെട്ടവരാണ് അല്ലാതെ മറ്റാരോട് നാം പറയുന്നു. വളരെ ക്ലേശപൂർണമായ ഒരു സമയമായിരുന്നു പാലക്കുന്നത്തെ തോമസ് മാർ അത്തനേഷ്യസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ കാലം. വിധിക്ക് ശേഷം അധികം താമസിക്കാൻ തിരുമേനി കാലം ചെയ്യാനുണ്ടായിരുന്നു. മനോവ്യസനം, പിടിച്ചു നിന്ന മടല് പൊരിച്ചു പോകുന്ന അവസ്ഥ, മുൻപോട്ട് പോകാൻ ത്രാണിയില്ലാത്തൊരവസ്ഥ, കൂടെ നിന്നവരെല്ലാം മാറിപ്പോകുന്ന അവസ്ഥ, കടഭാരം, പള്ളി നഷ്ടപ്പെട്ടു പോകുന്നു, സെമിനാരി നഷ്ടപ്പെടുന്നു. ഇപ്രകാരം വളരെയധികം വിഷമത്തിലുള്ള ഒരു ബന്ധത്തിലാണ് തോമസ് അത്തനേഷ്യസ് തിരുമേനി കടന്നുപോയത്.
ഈ റോയൽ കോടതി വിധിയുടെ ചരിത്രം ഓർക്കുമ്പോൾ എന്തിനാണ് സഭ ഈ റോയൽ കോടതി വിധിയിലേക്ക് കയറി വന്നത് എന്നത് ചിന്തിക്കുന്നത് നല്ലതാണ്. 1599 ഉദയംപേരൂർ സുന്നഹദോസ് മൂലം ഉൾപ്പെട്ട റോമ സ്വാധീനം ടീച്ചിങ്, അതിനുശേഷം 1653 മുതലുള്ള അന്ത്യോക്യ സിംഹാസനത്തിലും അതിലെ മെത്രാന്മാരുടെ പഠിപ്പിക്കലും രീതികളും എല്ലാം കൂടെ ഒന്നിച്ചു വന്ന് ഈ സഭയെ സ്വതന്ത്രമായ പദവിയിൽ നിന്ന് അടിമത്തത്തിന്റെ അവസ്ഥയിലേക്ക് നീക്കിക്കൊണ്ടിരുന്നെന്ന് ചരിത്രം പറയുന്നു. 1814 തോമസ് നോർട്ടൺ എന്ന് പറയുന്ന ആംഗ്ലേയ മിഷണറി ഇവിടെ വരുന്നു. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് കേണൽ ബുക്കാനൻ ഇവിടെ വരുന്നു. അതുവരെ വേദപുസ്തകം സ്വന്തം ഭാഷയിൽ ഇല്ലാതിരുന്ന നമുക്ക് കായംകുളം ഫിലിപ്പോസ് റമ്പാനിൽ കൂടെ പുതിയ നിയമത്തിന്റെ 4 പ്രതികൾ വിവർത്തനം ചെയ്ത് കിട്ടുന്നു. പള്ളികളിലെല്ലാം അത് കൊടുത്തയക്കുന്നു. 1814 സെമിനാരി സ്ഥാപിതമാകുന്നു. പഠിത്ത വീടുകൾ ഉണ്ടാകണമെന്ന് പറയുന്ന സെമിനാരി തെക്കും വടക്കുമായിട്ട് ഉണ്ടാക്കപ്പെടുന്നു. മാവേലിക്കരയിൽ 1818 കൂടുന്ന യോഗം സഭാ ശുശ്രൂഷ ക്രമങ്ങൾ നവീകരിക്കണമെന്ന് പറയുന്നു. 1836 ആകുമ്പോഴത്തേക്ക് സംഗതികൾ മാറ്റപ്പെടുന്നു. വ്യത്യസ്തമായ രീതികൾ ഉണ്ടാകുന്നു. കേണൽ ഫ്രൈസർ കെ മെത്രാപ്പൊലീത്തന് കൊടുക്കാതെ തന്നെ സഭ നവീകരിക്കപ്പെടണമെന്ന് പറഞ്ഞ് 24 പോയിന്റുകൾ അടങ്ങിയ മെമ്മോറാണ്ടങ്ങൾ സമർപ്പിക്കുന്നു. കലുഷിതമായ ഒരു അന്തരീക്ഷം. മുൻപ് ഇവിടെ പറഞ്ഞതുപോലെ യുയോമയ സഭയുടെ ആവിർഭാവം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആരംഭം, നവോത്ഥാനത്തിന്റെ ആരംഭം, മലയാള മനോരമ പത്രത്തിന്റെ ആരംഭം, നാരായണഗുരുസ്വാമിയുടെ പ്രവർത്തന രംഗം, ഇങ്ങനെ വ്യത്യസ്തങ്ങളും പുരോഗമനപരമായ കാലത്തിന്റെ ഇടയ്ക്കാണ് ഈ റോയൽ കോടതി വിധി വന്നു ചേരുന്നത്. റോയൽ കോടതി വിധിക്ക് ശേഷം എന്തുണ്ടായി? തോമസ് അത്തനേഷ്യസ് തിരുമേനി പിന്തുടർച്ചക്കാരില്ലാതെ കാലയവനിലേക്ക് കടന്നു പോകുന്നു. അനാഥത്വം ഇവിടെ പാർക്കുന്നു. 1904 72 പള്ളിയാണ് മാർത്തോമാക്കാർക്കുള്ളത്. ചാത്തന്നൂർ മുതൽ ചാലിശ്ശേരി വരെ ഈ സഭയുടെ വലിപ്പം അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൊച്ചു സഭ, മലബാറിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സമൂഹം. കൂട്ടുരത്തച്ഛന്റെ പ്രാർത്ഥനയും ഗോപുരത്തിന്റെ പ്രാർത്ഥനയും ഒന്നിച്ചു ചേർന്ന് ദൈവം ഈ സഭയെ എങ്ങനെ വളർത്തി എന്ന് ഈ 125 വർഷം നോക്കി പഠിക്കുമ്പോൾ ദൈവം എന്താകെ നമസ്കരിക്കാനല്ലാതെ നമുക്ക് കഴിയില്ല. തൊഴിൽ സഭയുമായുള്ള ഐക്യം, സുദൃഢമായ ബന്ധം, ലോകത്തിൽ മറ്റൊരു സഭയും ഇല്ലാത്തതായ ഈ വലിയ ശ്രേഷ്ഠമായ കൂട്ടായ്മ അനുഗ്രഹീതമായ ഒരു അനുഭവമാക്കി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. മലങ്കര സഭ സ്വതന്ത്ര സഭയാണ്. അതിനുവേണ്ടി കൊടുക്കേണ്ട വിലയാണ് നാം കൊടുത്തതെല്ലാം. സുവിശേഷം 1888 സെപ്റ്റംബർ മാസം 5-ാം തീയതി സുവിശേഷ പ്രസംഗ സംഘം ഉണ്ടാകുന്നു. കേസ് തോൽക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തയിൽ സുവിശേഷമായിരിക്കണം ഈ സഭയുടെ അടിസ്ഥാനമെന്നും ദർശനമെന്നും പിതാക്കന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്നു. സുവിശേഷം പങ്കിടാൻ വേണ്ടിയുള്ളതാണ്. ഈ നാട്ടിലെ ദളിതർക്ക് വേണ്ടി, ഈ നാട്ടിലെ അനാഥർക്ക് വേണ്ടി ഈ സഭ നിലകൊള്ളണം എന്ന് മാറി ചിന്തിപ്പാൻ തക്കവണ്ണം സുവിശേഷം ഈ സഭയെ ഗ്രസിച്ചിരുന്നു. ഉച്ചനീചിത്തങ്ങൾ വെടിപ്പാക്കുവാൻ തക്കവണ്ണം ഈ സഭാ സമൂഹം അന്ന് ഉദ്ഘോഷിച്ചിരുന്നു. സഭ സ്വദേശിയുമാണ്. ദേശീയബോധം ഈ സമൂഹത്തിൽ അങ്കുരിപ്പിച്ചത് നവീകരണത്തിന്റെ ചിന്തയാണ്. 125 വർഷത്തിന് ശേഷം ചിന്തിക്കുമ്പോൾ എത്ര അനുഗ്രഹം ദൈവം ഈ സഭയ്ക്ക് തന്നു. ഒരു മെത്രാൻ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇന്ന് നമുക്ക് 13 മെത്രാന്മാരെ ദൈവം തരുന്നു. 10 ലക്ഷത്തോളം ജനങ്ങളെ ദൈവം തരുന്നു. എവിടെ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും അവിടെ ഒരു മർത്തോമ പള്ളി കാണുവാൻ തക്കണം. 1300 പള്ളികൾ ലോകത്തിന്റെ നാനാഭാഗത്തും ദൈവം ഒരുക്കി. 1025 വൈദികര് ഈ സഭയിലുണ്ട്. 200,000 സുവിശേഷകരെ സഭയുടെ നാനാഭാഗത്തേക്കും സുവിശേഷ ദർശനത്തിന് വേണ്ടി പറഞ്ഞയക്കാൻ നമുക്ക് കഴിയുന്നു. മുളങ്കൂട്ടിൽ നിന്ന് മനോഹരമായ പള്ളികളിലേക്കുള്ള പ്രയാണം ദൈവത്തിന്റെ അനുഗ്രഹീതമായ സമ്മാനം തന്നെ. പിതാക്കന്മാരുടെ കണ്ണുനീർ ഒന്നും പാടിൽ പോകാതെ ദൈവം തന്നെ തുരുത്തിയിൽ ശേഖരിച്ച് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടാം. കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ ശക്തി അരുളുക നാഥനെ, ഭക്തിയിൽ പൂർണ്ണരാക്കുക. ഈ അനുഗ്രഹീതമായ അനുഭവത്തിന് ഈ 125-ാം വർഷത്തിന്റെ ചിന്ത നമ്മെ ഭരിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.